പത്തനംതിട്ട കൂടൽ 14-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പിതാവ് രാജേഷ് കുമാർ അറസ്റ്റിലായിരിക്കുകയാണ്. മകനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പിതാവ് ദേഹോപദ്രവം ഏൽപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നായിരുന്നു എഫ്ഐആർ. കുട്ടിയുടെ മർമ്മഭാഗത്തും തുടയിലും വയറിലും മർദ്ദിച്ചു. പ്രതി മുൻപ് ഭാര്യയെയും സഹോദരനെയും മർദ്ദിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, എഫ്ഐആറിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മകനെ സംരക്ഷിക്കേണ്ട ചുമതല പിതാവിനുണ്ട്. ആ പിതാവാണ് അതിക്രൂരമായ രീതിയിൽ ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുള്ളത്. മുൻപ് ഭാര്യയ്ക്ക് നേരെയും സമാനമായ രീതിയിൽ ഇത്തരം അതിക്രമം ഈ രാജേഷ് കുമാർ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. രജനി, കഴിഞ്ഞ ദിവസമായിരുന്നു കുട്ടിയെ പ്രതി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ സഹിതം ശിശുക്ഷേമ വകുപ്പിന് പരാതി ലഭിക്കുന്നത്. ഈ പരാതി ശിശുക്ഷേമ വകുപ്പ് പോലീസിന് കൈമാറുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടൽ പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെയും പ്രതി സമാനമായ രീതിയിൽ മർദ്ദനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാക്കിയത്. കുട്ടിയും ഇയാളുടെ ഭാര്യയും സമാനമായ രീതിയിൽ തന്നെ ഇയാൾ മർദ്ദിക്കാറുണ്ടായിരുന്നെന്നും മദ്യലഹരിയിലായിരുന്നു ഇയാൾ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടത്തുന്നത് എന്നുള്ളതുമാണ് കൂടൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തത്. ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ബന്ധുക്കളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. പിന്നീട് പോലീസിൽ നൽകാൻ ഭയമുള്ളത് കൊണ്ട് ഇവർ പിന്നീട് ശിശുക്ഷേമ സമിതിയെ വിവരം അറിയിക്കുകയായിരുന്നു. ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. കുട്ടി നിലവിളിക്കുകയും ഒപ്പം ഇയാൾ കുട്ടിക്കു നേരെ ആക്രോശിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും ഈ വീഡിയോയിൽ വ്യക്തമായിരുന്നു. ആക്രോശിച്ചുകൊണ്ടായിരുന്നു കുട്ടിയെ മർദ്ദിച്ചിരുന്നത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി വേദന കൊണ്ട് കരയുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് ശിശുക്ഷേമ സമിതിക്ക് ലഭിക്കുകയും പിന്നീട് പോലീസ് അന്വേഷണം നടത്തി ഇയാളെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ബാലനീതി ന്യായപ്രകാരമാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ മർമ്മഭാഗത്തും തുടയിലും വയറിലും അടിച്ചുവെന്ന് ഈ എഫ്ഐആറിലുണ്ട്. ഒപ്പം മകനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പിതാവ് ദേഹോപദ്രവം ഏൽപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു. നേരത്തെ സമാനമായ രീതിയിൽ ഭാര്യയും സഹോദരനെയും മർദ്ദിച്ചു എന്നുള്ള കാര്യവും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കൊടും ക്രൂരതയാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് സ്ഥിരമായി ഉണ്ടാകാറുള്ള സംഭവമായിരുന്നു എന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രതി ഇപ്പോൾ അറസ്റ്റിലാണ്. രജനി. ശരി മിഥുൻ.